അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ലോകത്തിന് വലിയ പ്രതീക്ഷയുമാക്കിക്കൊണ്ട്, വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ഒരു പരിശുദ്ധ റമളാനും കൂടി വിട പറയുകയാണ്. വലിയ പ്രതീക്ഷയിലാണ് മുഅ്മിനീങ്ങൾ, മുവഹിദുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു തന്ന ആ ദൗത്യം, അഷ്റഫുൽ ഖൽഖ് വഫാത്താകുന്ന സന്ദർഭത്തിൽ ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ച ആ ദൗത്യം, അത് കൃത്യമായി സ്വന്തത്തിൽ പുലർത്താനും മറ്റുള്ളവർക്ക് ദഅവത്ത് ചെയ്യാനും അത് ഏറ്റെടുത്തിരിക്കുന്ന ഉത്തമ സമൂഹമാണ് മുവഹിദുകൾ, മുഅ്മിനുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാൻ അടുത്ത ഒരു കൊല്ലത്തേക്കുള്ള എല്ലാ തരത്തിലുള്ള ട്രെയിനിങ്ങും സർവീസും നൽകാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചതാണ്. അതേ തർബിയത്ത്, തസ്കിയത്ത് റമളാനിൽ മുഅ്മിനീങ്ങൾ കോശാരമായി നൽകുകയാണ്. മുശ്രിക്കീങ്ങൾക്ക് അതിൽ പങ്കില്ല. മുശ്രിക്കീങ്ങൾക്ക് ആ ഖൈറുകളിൽ ഒന്നും യാതൊരു തരത്തിലുള്ള അവകാശങ്ങളുമില്ല. അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്തുമാരെല്ലാം ഇബ്രാഹിമി മില്ലത്തനുസരിച്ച് മുസ്ലിമായി പാരമ്പര്യ മുസ്ലിമീങ്ങളായി ജീവിച്ചവരായിരുന്നു. അവരൊക്കെ കൃത്യമായി നിസ്കരിച്ചവരായിരുന്നു, നോമ്പ് നോറ്റവരായിരുന്നു, കൃത്യമായി സക്കാത്തും സദഖയും നൽകിയവരായിരുന്നു, സാധു സംരക്ഷണം നൽകിയവരായിരുന്നു. അക്കാര്യത്തിലൊക്കെ മുബന്ദിയിലാണ് മക്കയിലെ ഖുറൈശികൾ. റസൂലുള്ളാഹി തങ്ങൾ നബിയായിട്ടും റസൂലായിട്ടും വരുന്നതിനു മുമ്പും അത്തരം നല്ല നല്ല ഗുണങ്ങളൊക്കെ ഖുറൈശികൾ വെച്ചു പുലർത്തിയിരുന്നു. ഇബ്രാഹിമി സുന്നത്തും ശരീഅത്തും പ്രമാണമായി പരിഗണിച്ചുകൊണ്ട്. പിന്നെ ഉണ്ടായ ദൂഷ്യം എന്താണ്? അവർക്കിടയിൽ വന്ന പുരോഹിതന്മാരും പണ്ഡിതന്മാരും അവരുടെ താല്പര്യമനുസരിച്ച് സാധാരണക്കാരനെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇബ്രാഹിമി മില്ലത്തിനെതിരായിട്ട് തൗഹീദിന് പകരം ശിർക്കുകൾ വന്നുകൂടി, ഇബ്രാഹിമി സുന്നത്തിന് പകരം ബിദ്അത്തുകൾ വന്നുകൂടി. അങ്ങനെ ശിർക്കും ബിദ്അത്തുമുള്ളൊരു സമൂഹം ഏതാണ്ട് ഒരു അഷ്റഫുൽ ഖൽഖ് ജനിക്കുന്നതിൻ്റെ ഒരു 500 കൊല്ലം മുമ്പ് നാം സൂചിപ്പിച്ചതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിട പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു 4500 കൊല്ലം കഴിഞ്ഞിട്ടാണ് അഷ്റഫുൽ ഖൽഖ് ജനിക്കുന്നത്. ഒരു 4000 കൊല്ലത്തോളം പരിശുദ്ധ കഅബാലയത്തിലേക്ക് ശിർക്ക് വന്നു ചേർന്നിട്ടില്ല. അവർ തൗഹീദിനെ സംരക്ഷിച്ചിരുന്നു. ഖുറൈശികൾ അള്ളാഹു മാത്രം എന്ന പ്രയോഗത്തിൽ നിന്ന് അവർ വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നബിയും റസൂലും വരേണ്ടി വന്നിട്ടില്ല. ആവർത്തിച്ച് ചരിത്രം പറയേണ്ടി വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. തൗഹീദ് എന്താണെന്ന് ചർച്ച ചെയ്യുന്നവർക്ക് പോലും തൗഹീദ് എന്താണെന്ന് മനസ്സിലാകാത്തൊരു ദുർഗതി അപകടകരമായ രീതിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് എന്നത് സത്യമാണ്. എന്തുകൊണ്ടാണ് ഇസ്മായിലിന് ശേഷം വേറൊരു നബിയും റസൂലും വരാതിരുന്നത്? അല്ലാഹു തആലക്ക് ഇബ്രാഹിമി സമൂഹത്തോട്, ഇബ്രാഹിമിന്റെ മക്കളോട്, ഇബ്രാഹിം നബിന്റെ പേരക്കുട്ടികളാണല്ലോ ഖുറൈശികൾ, ഇസ്മായിൽ നബിന്റെ മക്കൾ. അവരോട് എല്ലാ തരത്തിലുള്ള സ്നേഹവും ബഹുമാനവും അംഗീകാരവും പരിഗണനയും ഉണ്ട് എന്ന് ചരിത്രം സാക്ഷിയല്ലേ? എന്നിട്ടും എന്തേ ഒരു നബിയെയും റസൂലിനെയും നിയോഗിക്കാതിരുന്നത്? ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് തൗഹീദും ഇബ്രാഹിമി സുന്നത്തും നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് ഒരു നബി വരാതിരുന്നത്. മറിച്ച് അപ്പുറം അങ്ങനെയല്ല. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാരമ്പര്യക്കാരായ ബനു ഇസ്രായേൽ 10,000 നബിമാരെയും റസൂലുകളെയും അയക്കേണ്ടി വന്നു. ഓരോ നബി വരുമ്പോൾ റസൂൽ വരുമ്പോൾ അവരെ കൊന്നുകളയോ അവര്. ഇബ്രാഹിമി മില്ലത്ത്, ഇബ്രാഹിമി ശരീഅത്ത് ഇസ്ഹാഖിലൂടെ ഇസ്രായേലി സമൂഹം കൈകാര്യം ചെയ്തില്ല. ഇസ്ഹാഖ് നബിന്റെ മക്കൾക്കാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്ഹാഖ് നബിന്റെ മകൻ യാക്കൂബ് നബിന്റെ മക്കൾക്ക് കൂടെ നബിമാര് വന്ന എന്തുകൊണ്ടാണ്? അവർ ധിക്കാരികളും അഹങ്കാരികളുമാണ്, അവർ ശത്രുക്കളാണ്, അതാത് സമയത്ത് ദീനിനെ പാഴാക്കുന്നവരും പൊളിക്കുന്നവരും ആണ്. ഒരു റസൂല് വന്നാൽ റസൂല് മരിക്കലോടുകൂടി തന്നെ പുരോഹിതന്മാര് സമൂഹത്തെ കൈകാര്യം ചെയ്യാൻ തുടങ്ങും. അപ്പം വേറൊരു റസൂലിനെ അല്ലാഹു അയക്കും. ആ റസൂല് മരിക്കൽ, ഒന്നിക്ക റസൂല് മരിക്കുമില്ലെങ്കിൽ ആ റസൂലിനെ അവർ കൊല്ലും. വീണ്ടും അവർ ശിർക്കിലേക്കും കുഫറിലേക്കും പോകും. വീണ്ടും അല്ലാഹു തആല റസൂലിനെ നബിയെ അയക്കും. അങ്ങനെയുള്ള ആ പരമ്പരയിൽ അവസാനത്തെ പ്രവാചകനാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നാൽ ഇപ്പുറം അങ്ങനെയല്ല. അത് നമ്മൾ ചരിത്രത്തെ താരതമ്യപ്പെടുത്തി കൊടുത്തേ തട്ടിയേ പറ്റും. എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ ദീൻ എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് അങ്ങ് രാവിലെ പറഞ്ഞാൽ വൈകുന്നേരം മനസ്സിലാകുന്ന കാര്യമൊന്നുമല്ല.
പറഞ്ഞുകൊണ്ടേയിരിക്കുക മരിക്കുന്നത് വരെ ആ ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം മുഴുവനും അതിനു വേണ്ടി 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്, തായിഫിലേക്ക് പോയപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബ്സീനിയയിലേക്ക് പോയപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്, സഹാബാക്കൾ സുഹൈബ് അബീ താലിബിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്, മദീനത്തേക്ക് പോകുമ്പോൾ ഗാറു സൗറിൽ ഒളിച്ചുകൂടിയപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്, മസ്ജിദ് ഖുബാ എന്ന സ്ഥലത്തെത്തി പള്ളി നിർമ്മിച്ച് അവിടെയും ദഅവത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുറച്ചു നാളുകൾക്ക് ശേഷം അപ്പുറത്ത് മസ്ജിദ് നബവി നിർമ്മിച്ചു, അവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബദറിലെത്തിയപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിറ്റത്തെ കൊല്ലം ഉഹദിലെത്തിയപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞിട്ട് ഖന്തക്കിലും ഹുനൈനിലും തബൂക്കിലും എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞ് അഷ്റഫുൽ ഖൽക്കിന്റെ മക്കം ഫത്ഹിന്റെ സമയം വന്നു, അതിനും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മക്കം ഫത്ഹിന് ശേഷം ഹജ്ജത്തുൽ വിദാ ഉണ്ടായി, അവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന അഷ്റഫുൽ ഖൽക്ക് രോഗിയായിട്ട് കിടന്നു, അപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മലക്കുൽ മൗത്ത് സമീപിച്ചു, സക്രാത്തിന്റെ വേദന കടിച്ചിറക്കാൻ തുടങ്ങി, അപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നാം എത്ര ദൂരം അകലത്തിലേക്ക് പോയി. നാം ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ മാറ്റിവെച്ച് നിസ്കാരം, നോമ്പും സക്കാത്തും ഹജ്ജും ദാനവും സൽക്കർമ്മങ്ങളും അതേപോലെ തന്നെ ചാരിറ്റിയും സോഷ്യൽ വർക്കും മാത്രം ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ കാരണം എന്താണ്? അഷ്റഫുൽ ഖൽക്കിനെ നാം വിട്ടൊഴിഞ്ഞു എന്നതുകൊണ്ടാണ്. ഞാൻ സംസാരിക്കുന്നത് മുവഹിദുകളോടാണ്, മുശ്രിക്കുകളോടല്ല. അള്ളാഹു മാത്രം എന്ന് അംഗീകരിച്ച്, റസൂലുള്ളാഹ് മാത്രം അംഗീകരിച്ച് പ്രാഥമികമായി അത് തത്വത്തിൽ യോജിപ്പിക്കുന്നവരോടാണ് നാം സംസാരിക്കുന്നത്. എന്തുകൊണ്ട് നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ദൈനംദിന ചർച്ചയാക്കി മാറ്റുന്നില്ല? പരിശുദ്ധ റമദാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റമദാൻ നിർബന്ധമായപ്പോൾ അതിന്റെ ഒരു ആനുകൂല്യവും അപ്പുറത്തിരിക്കുന്നവർക്ക് ഉണ്ടായിട്ടില്ല. അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്തുമാരടക്കമുള്ളവരെ കൂട്ടത്തിൽ പ്യൂർ മുസ്ലിമീങ്ങളായി ജീവിക്കുന്നവരുണ്ട്, യുക്തിവാദികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്. പക്ഷേ അവർ ജാറങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ശുപാർശ തേടാനോ തവസ്സുൽ ചെയ്യാനോ ഇടയാളാക്കാനോ ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, ലാത്ത തങ്ങളെ, ഉസ്സ തങ്ങളെ, വദ് തങ്ങളെ, യഗൂസ് തങ്ങളെ അള്ളാഹുവിന്റെ ഇടയാളാക്കുകയോ ശുപാർശകരാക്കുകയോ ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ അള്ളാഹു അവരെ മുശ്രിക്കുകൾ എന്ന് വിളിച്ചു. അവർ നിസ്കാരം ഉപേക്ഷിച്ചത് കൊണ്ടാണോ മുശ്രിക്കെന്ന് വിളിച്ചത്? അവർ നോമ്പ് ഉപേക്ഷിച്ചത് കൊണ്ടാണോ മുശ്രിക്കെന്ന് വിളിച്ചത്? അവർ കഅബാലയത്തിനെതിരായി എന്നതുകൊണ്ടാണോ മുശ്രിക്കും കാഫിർ എന്ന് വിളിച്ചത്? അവർ അള്ളാഹുവിന്റെ റുബൂബിയത്ത് നിഷേധിച്ചതുകൊണ്ടാണോ അവരെ അള്ളാഹു തആല കാഫിർ എന്ന് വിളിച്ചത്, മുശ്രിക്കെന്നും വിളിച്ചത്? ഈ ഒറ്റ കാരണത്താലല്ലേ അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്തുമാർ മുശ്രിക്കുകളായത്? ബദർ ഉണ്ടായത് ആരെല്ലാം തമ്മിലാണ്? പാരമ്പര്യ മുസ്ലിമീങ്ങളും അടിസ്ഥാന മുസ്ലിങ്ങളും തമ്മിലല്ലേ ബദർ ഉണ്ടായത്? വാക്കുപയോഗിക്കുമ്പോൾ കാഫിരിങ്ങളും മുസ്ലിമീങ്ങളും എന്ന് വരുത്തി തീർത്തിട്ട് ഇവിടെ മുസ്ലിമീങ്ങളോട് ജിഹാദ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ ജിഹാദുകാർ ആഹ്വാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ? അബൂജഹലും ഉത്ബത്ത്, ഷൈബത്തുമാര് പാരമ്പര്യ മുസ്ലിമീങ്ങളായിരുന്നില്ലേ? അഷ്റഫുൽ ഖൽക്കും സഹാബാക്കളും അടിസ്ഥാന മുസ്ലിമീങ്ങളും ഈ രണ്ടു കൂട്ടരും തമ്മിലായിരുന്നില്ല യുദ്ധം നടന്നത് ബദറിൽ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോടൊരു ലളിതമായ ചോദ്യം. അബൂജഹൽ 1000-ഓളം പേരെയും കൂട്ടിയിട്ട് മക്കായിൽ നിന്ന് ബദറിലേക്ക് പുറപ്പെടാൻ വേണ്ടി ഉറച്ചു. എല്ലാവരും ആയുധം കരുതി. ഏതാണ്ട് 100ഓളം കുതിരകൾ, 700ഓളം ഒട്ടകങ്ങൾ, എല്ലാ സാധന സദ്രികളും സഭകളും എല്ലാം, പാട്ടുപാടാൻ പെണ്ണുങ്ങള്, കച്ചേരി, വീണ, സിത്താറ, മുട്ട്, തട്ട് എല്ലാം കൊണ്ടല്ലേ അവർ പുറപ്പെട്ടിരിക്കുന്നത്? അല്ലേ? ചണ്ട, മേള അതെല്ലാം കൊണ്ട് തന്നെയല്ലേ പുറപ്പെട്ടിരിക്കുന്നത് അവിടെ നിന്ന്? എന്നിട്ട് അവർ നേരെ എടുത്തേക്കാ പോയത് കഅബാലയത്തിന്റെ മുറ്റത്തേക്ക്, അല്ലേ? കഅബാലയത്തിന്റെ അടുത്ത് ഈ 1000 പേരെയും അണിനിരത്തിക്കൊണ്ട് അബൂജഹലല്ലേ ദുആ ചെയ്തത് അള്ളാഹുവിനോട്? നിഷേധിക്കാൻ ആരെങ്കിലും തയ്യാറായോ? ഇന്നേ വരെ ഷിയാക്കൾക്കും കൂടി അഭിപ്രായ വ്യത്യാസമില്ലല്ലോ അബൂജഹലിന്റെ ദുആന്റെ കാര്യത്തിൽ. ഷിയാക്കൾക്ക് വരെ അബൂജഹലിന്റെ ദുആന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അബൂജഹൽ ദുആ ചെയ്തു കഅബാലയത്തിന്റെ ഖില്ല പിടിച്ചുകൊണ്ട്, അല്ലാഹുമ്മ റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീട്ടിന്റെ പരിപാലകനായ അല്ലാഹുവേ, ഞങ്ങൾ 2 സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുകയാണ്. ഒന്ന് ഹക്കിലാണ്, മറ്റേത് ബാത്തിലാണ്. ഹക്കേത് ബാത്തിലേത് എന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ പാരമ്പര്യ ദീനിലാണ്. ഞങ്ങൾ ഉപ്പുപ്പ ഇബ്രാഹിം പഠിപ്പിച്ചെന്ന ദീനിലാണ്. ഞങ്ങളുടെ ഉസ്താദുമാരും കാരണവന്മാരും പഠിപ്പിച്ചെന്ന ദീനിലാണ്. മുഹമ്മദ് ഒരു പുതിയ ദീനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അള്ളാഹുവേ, നീ മാത്രമേ ആവൂ. നിന്റെ മഹാന്മാരും നിന്റെ മരിച്ചുപോയ ആൾക്കാരൊന്നും നിന്റെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് മുഹമ്മദിന്റെ വാദം. ആ വാദം ഇവിടെ നടക്കാതെ വന്നപ്പോഴാണ് മദീനത്തേക്ക് പോയത്.
അവിടെയും ആ വാദവുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. അതുകൊണ്ട് അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ ദുആ ചെയ്യുന്നു, ഞങ്ങളെ നീ സഹായിക്കണം. ഞങ്ങൾ പാരമ്പര്യ ദീനിലാണ്, ഞങ്ങൾ ഉപ്പപ്പ ഇബ്രാഹിമിന്റെ ദീനിലാണ്, ഞങ്ങളെ വല്യുപ്പ ഇസ്മായിലിന്റെ ദീനിലാണ്. നിന്റെ മഹാന്മാരായ ഔലിയാക്കളെ ബഹുമാനിക്കുന്നവരാണ്, മരിച്ചുപോയ അംബിയാ മുർസലീങ്ങളെ ആദരിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി അവരെ ഇപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവരെ വിട്ടുകളിക്കാറില്ല. നിന്റെ ഇഷ്ടത്തെ മാനിച്ചുകൊണ്ട്, നിന്റെ തൃപ്തിയെ മാനിച്ചുകൊണ്ട്. ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ഒരുപാട് കൊന്നിട്ടുണ്ട്. ഖത്തൽന ഫഅക്സർന, ഞങ്ങൾ ഒരുപാട് കൊലകൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട്. സനൈന ഫഅക്സർന, ഞങ്ങൾ സിന ചെയ്തിട്ടുണ്ട്, ഒരുപാട്. സരിഖിന ഫഅക്സർന, ഞങ്ങൾ കട്ടിട്ടുണ്ട്, ഒരുപാട്. അതുകൊണ്ട് തന്നെ നീയുമായിട്ട് അടുക്കാൻ ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ല. നീയുമായിട്ട് ബന്ധപ്പെടാൻ നിന്നിൽ നിന്ന് ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മഹാന്മാരെ അടക്കം നിർത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മഹാന്മാരുടെ ഷാഫിഈങ്ങൾ ശുപാർശകരാക്കുന്ന ഔലായി ശുഫാഉന ഇൻദല്ലാഹ്, അല്ലാഹുവേ നിന്റെ മുമ്പിൽ ഷാഫികളായി ഞങ്ങൾ അംഗീകരിക്കുന്നത്. അതേപോലെ തന്നെ ലിയുഖല്ലിബൂന ഇലല്ലാഹി സുൽഫ, അവരെ മുമ്പിൽ ഞങ്ങൾ പോയി കുമ്പിടുന്നതും അവരോട് ചോദിക്കുന്നതും അവരോട് സഹായിക്കാൻ പറയുന്നതും നിന്നിലേക്ക് ഞങ്ങളെ അവരടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹ്, ഞങ്ങൾ ആദരവോടെ ബഹുമാനങ്ങളോടെ മരിച്ചുപോയവരെ കാണുന്നവരാണ്. ഇതൊന്നും പറ്റൂല എന്നാ മുഹമ്മദ് പറയുന്നത്. താരതമ്യപ്പെടുത്തുക കുറെ ബുദ്ധിയൊന്നും വേണ്ടില്ലല്ലോ കൂട്ടരെ. ഈ ഇരിക്കുന്ന നിങ്ങൾക്കും ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ. വർത്തമാന കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം രണ്ട് വിഭാഗമാണ്. ഒരു വിഭാഗം അബൂജഹലിന്റെ ഇസ്ലാമിലാണ്, മറുഭാഗം മുഹമ്മദ് നബിന്റെ ഇസ്ലാമിലാണ്. ഏത് തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് നെഞ്ചത്തെ കൈവച്ച് ചോദിക്കാനാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ നഫ്സോടും നിങ്ങളോടും ചോദിക്കാൻ. മുഞ്ഞ ന്യായം പറഞ്ഞ സംഗതി നടക്കുകയില്ല. വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹ്യ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ചുകൂടാ, അത് അപകടമാണ്. അത്തരം വിശ്വാസ പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉമ്മത്തിനെ കുഴപ്പത്തിലാക്കുന്ന മിമ്പറുകളും മിമ്പറിന്റെ സാഹിബുകളും രംഗപ്രവേശനം ചെയ്തപ്പോൾ ഈ ഉമ്മത്തിന് ഭവിച്ചിരിക്കുന്ന നാശം ചില്ലറയല്ല. അത് തിരുത്തണമെന്നാണ് ഈ പരിശുദ്ധ റമളാനെ സാക്ഷിയാക്കിക്കൊണ്ട് എന്റെ നഫ്സോടും നിങ്ങളോടും ഞാൻ പറയുന്നത്. വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന രണ്ട് ദീൻ, ഒന്ന് ഹക്ക്, ഒന്ന് ബാത്തിൽ. ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് വിഷയത്തിലും അള്ളാഹു മാത്രം. ബാത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് വിഷയത്തിലും അള്ളാഹുവിനോടൊപ്പം അംബിയാ ഔലിയാക്കൾ. ഈ രണ്ട് വിഭാഗം മാത്രമാണ് മുസ്ലിമീങ്ങൾ അടിസ്ഥാനപരമായി. ഒന്ന് ഹക്ക്, മറ്റേത് ബാത്തിൽ. ലിയുഹിഖൽ ഹഖ വയുബ്തിലൽ ബാത്തില വലൗ കരിഹൽ മുജ്രിമൂൻ. അല്ലാഹു സൂറത്തുൽ അൻഫാൽ ബദറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ലിയുഹിഖൽ ഹഖ, ഹക്ക് ഹക്കായി പുലർത്താൻ വേണ്ടിയിട്ടാണ്. വയുബ്തിലൽ ബാത്തില, ബാത്തില് ബാത്തിലായി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം നാം ഉണ്ടാക്കിയത്. വലൗ കരിഹൽ മുജ്രിമൂൻ, തോന്നിയവാസികൾക്കും തെമ്മാടികൾക്കും അത് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും നാം നമ്മുടെ നയം നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദർ വെച്ചുകൊണ്ട് സംസാരിച്ചത്. എന്നിട്ട് അബൂജഹൽ അവിടെ നിന്ന് ദുആ ചെയ്തു. രണ്ടിലൊന്ന് ഹക്കാണല്ലോ അല്ലാഹുവേ, ആ ഹക്കും ബാത്തിലും തമ്മിലാണ് ഏറ്റുമുട്ടാൻ ബദറിലേക്ക് പോകുന്നത്. നീ ഞങ്ങളെ സഹായിക്കണം. ഹക്കേത് ബാത്തിലേത് രണ്ടിന്റെ ഇടയിൽ നീ ഒരു വേർതിരിവുണ്ടാക്കി തരണം. ഇടയെ തിരിച്ച് ഖലാസിയത്താക്കിയിട്ട് നീ പറഞ്ഞത് മോൻ കിട്ടിയതിൽ മലയാളത്തിൽ പാടി തന്നിട്ടും ഷിയാക്കൾക്ക് കാര്യം മനസ്സിലാകുന്നില്ലെങ്കിൽ ആരാണ് ഉത്തരവാദി? അള്ളാഹു ഹിദായത്ത് ഡിസ്മിസ് ചെയ്തതിന്റെ തെളിവാണ് അത് മനസ്സിലാകുന്നില്ല എന്നുള്ളത്. രണ്ടാലൊന്ന് ഹക്കാണ്, ഒന്ന് ബാത്തിലാണ്. ഇത് അബൂജഹലും സമ്മതിച്ച വിഷയമാണ്. ആ ദുആവും കഴിഞ്ഞ് കഅബാലയത്തിലെ തവാഫ് ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടല്ലേ അബൂജഹലും പാർട്ടിയും ബദറിലേക്ക് പുറപ്പെട്ടത്? ചരിത്രം നിഷേധിക്കാൻ ഒക്കുമോ? സഹിയായ റിപ്പോർട്ടല്ലേ. അപ്പുറത്ത് അഷ്റഫുൽ ഖൽഖ് 313 316ഓളം വരുന്ന അനുയായികളെ ബദറിന്റെ മൈതാനത്ത് വിട്ടു. അഷ്റഫുൽ ഖൽഖ് ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് നീങ്ങി. എന്നിട്ട് അഷ്റഫുൽ ഖൽഖിന്റെ തോളിൽ ഒരു തോർത്തുണ്ട്. ഹബീബായ തങ്ങൾക്ക് അറിയാൻ തുടങ്ങി അള്ളാഹുവിനോട്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, അല്ലാഹുവേ യഹ്യായവനെ ഖയ്യൂമായവനെ, നിന്നോട് മാത്രം നിന്റെ റഹ്മത്ത് മുന്നിൽ വെച്ചുകൊണ്ട് സഹായത്തിനെ തൊഴുകിയാണ് ഞാൻ. സഹായിച്ചേ പറ്റൂ അല്ലാഹുവേ. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവങ്ങളാണ് എൻ്റെ ഒന്നിച്ചുള്ളത്. ഭക്ഷണം നിവൃത്തിയില്ലാത്തവരാണ് എൻ്റെ ഒന്നിച്ചുള്ളത്. കഴിക്കാൻ ഭക്ഷണമില്ലാത്തവർ ഫഅശ്ബിഹും, അവർക്ക് തിന്നാൻ നീ ഭക്ഷണം കൊടുക്കണം, ഉടുക്കാൻ തുണി നീ കൊടുക്കണം. വഹും ഹുറാഫാത്തുൻ ഫൻഅൽഹും, കാലിൽ ചെരുപ്പില്ലാത്തവരാണ്, ചെരുപ്പ് ധരിക്കാൻ നീ കൊടുക്കണം. ഈ ചെറുസംഘം പരാജയപ്പെട്ടാൽ തൗഹീദ് പറയാൻ ലോകാവസാനം വരെ ആരും ഉണ്ടാവില്ല. അല്ലാഹുവേ
നീ സഹായിച്ചേ പറ്റൂ. ചോദിച്ച് അഷ്റഫുൽ ഖൽക്കിന്റെ മേൽമുണ്ട് നിലത്ത് വീണു. അബൂബക്കർ സിദ്ദീഖ് പിറകിലൂടെ പോയിട്ട് കണ്ട് കയ്യും പിടിച്ചിട്ട് പറഞ്ഞു, മതി നബിയെ, മതി, അല്ലാഹ് സഹായിക്കും. മതി നബിയെ, വിഷമിക്കല്ല നബിയെ. കഥ പറയാനല്ല, കിസ്സപ്പാട്ടുണ്ടാക്കി പള്ളിക്ക് മുനാരം കെട്ടാൻ വേണ്ടി പൈസ ഉണ്ടാക്കാനും അല്ല. ഖിയാമത്ത് നാൾ വരെ മുഹമ്മദി ഉമ്മത്തിന് തൗഹീദിന്റെ പ്രബോധനം എങ്ങനെ വേണമെന്നും സ്വന്തം എന്ത് ഉൾക്കൊള്ളണമെന്നും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടായത്. അപ്പുറത്ത് അബൂജഹൽ ദുആ ചെയ്തത് അള്ളാഹിനോട്, ഇപ്പുറത്ത് അഷ്റഫുൽ ഖൽക്ക് ദുആ ചെയ്തത് അള്ളാഹിനോട് ദുആ ചെയ്താൽ മതിയായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ബദർ ഉണ്ടായത്? അബൂജഹൽ അള്ളാഹിനോടാണ് ദുആ ചെയ്തെന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? അഷ്റഫുൽ ഖൽക്ക് അള്ളാഹിനോടാണ് ദുആ ചെയ്തെന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? അള്ളാഹിനോട് ദുആ ചെയ്താൽ മതി, വരുന്നു നോക്കേണ്ടതില്ല എന്നാണ് വിഷയമെങ്കിൽ എന്തിനാണ് യുദ്ധം ഉണ്ടായത്? ആവശ്യമില്ലാത്ത യുദ്ധം വലിച്ചഴിക്കുകയായിരുന്നോ? ഇവിടെ പ്രശ്നം അള്ളാഹു ഉണ്ട് എന്നതിലല്ല ചർച്ച. അപ്പുറത്ത് അബൂജഹൽ അള്ളാഹു ഞങ്ങളെ സഹായിക്കാനുണ്ട്, ഒപ്പം ഔലിയാക്കളുണ്ട്. ഇപ്പുറത്തെ അഷ്റഫുൽ ഖൽക്ക് അള്ളാഹു ഞങ്ങളെ സഹായിക്കാനുണ്ട്, അല്ലാഹ് മാത്രമേ ഉള്ളൂ സഹായിക്കാൻ, വേറെ ആരുമില്ല സഹായിക്കാൻ. ഈ രണ്ട് മാത്രങ്ങൾ തമ്മിലാണ് യുദ്ധം. ബദറിൽ നടന്ന യുദ്ധം ഈ രണ്ട് മാത്രങ്ങൾ തമ്മിലാണ്. അബൂജഹലും പാർട്ടിയും പറഞ്ഞു അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരുണ്ട്. അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞു അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനോടൊപ്പം അല്ലാഹ് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഇവിടെയാണ് യുദ്ധം ഉണ്ടായത്. ഇവിടെയാണ് അല്ലാഹു തആല ലിയുഹിക്കൽ ഹഖ വയുബ്തിലൽ ബാത്തില എന്ന് പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവർ ഒപ്പം ഔലിയാക്കളോടും. രണ്ട്, അള്ളാഹിനോട് ദുആ ചെയ്യുന്നവർ ഒപ്പം അള്ളാഹുവിനോട് മാത്രം, വേറെ ആരോടുമില്ല. അതിനെ അള്ളാഹു ഹക്കായി കണ്ടു, മറ്റേത് അള്ളാഹു ബാത്തിലായി കണ്ടു. ഇത് തിരിച്ചറിയാൻ ഈ സമുദായത്തിന് കഴിയണം. ഇത് തിരിച്ചറിയാനാണ് പരിശുദ്ധ റമദാൻ. അടുത്ത 11 മാസത്തേക്കുള്ള ട്രെയിനിങ് ആണ് ഈ പരിശുദ്ധ റമദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ പട്ടിണി കിടത്താൻ ആഗ്രഹിക്കുന്നില്ല ഉമ്മത്തിനെ. ഉമ്മത്ത് വിഷമിക്കുന്ന അല്ലാഹുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യവുമല്ല. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. എളുപ്പത്തെയാണ് അല്ലാഹു നിങ്ങളോട് ഉദ്ദേശിക്കുന്നത്, ഞെരുക്കമാക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ടും നോമ്പ് നിങ്ങൾക്ക് ഫർലാക്കിയത് നിങ്ങളിൽ ചില ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ആ ഗുണം അടുത്ത 11 മാസത്തേക്ക് നിങ്ങൾക്ക് ഉപകരിക്കണം. അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞു, ഫസ്തക്സിറു ഫീഹി അർബഅ ഖിസാൽ. 4 കാര്യങ്ങളാണ് റമദാൻ മാസത്തിൽ നിങ്ങൾ നേടിയെടുക്കേണ്ടത്. 4 കാര്യങ്ങൾ നിങ്ങൾ റമദാൻ മാസത്തിൽ നേടിയെടുക്കണം. 2 കാര്യങ്ങൾ അല്ലാഹുവുമായി ബന്ധപ്പെട്ടതാണ്, 2 കാര്യങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 2 കാര്യങ്ങൾ, 2 ഖസ്ലത്ത് അല്ലാഹു തആല 4 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല ഫറഹത്തിലാണ്, സന്തോഷത്തിലാണ്. 4 കാര്യങ്ങളാണ് റമദാനിലുണ്ട്. ഫസ്തക്സിറു ഫീഹി അർബഅ ഖിസാൽ. 4 കാര്യങ്ങൾ റമദാനിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, വർദ്ധിപ്പിച്ചെടുക്കണം. 4 കാര്യങ്ങളിലും അല്ലാഹു നിങ്ങളുടെ കാര്യത്തിൽ ഫറഹത്തിലാണ്. അതിൽ 1ഉം 2ഉം കാര്യങ്ങൾ അല്ലാഹുമായി ബന്ധപ്പെട്ടതാണ്, 3ഉം 4ഉം കാര്യങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങൾ കൊടുത്താൽ നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അല്ലാഹു തആല തന്നിരിക്കും. ഏതാണ് 4 കാര്യങ്ങൾ? ഒന്നാമത്തത് ഫശഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, റമദാൻ മാസത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്, കഴിഞ്ഞ 11 മാസത്തിൽ നിങ്ങളുടെ ഷഹാദത്തിന് എന്തെങ്കിലും പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡാമേജ് വന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവേ അഷ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിച്ചോളാം, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ ദൈനംദിന ജീവിതത്തിൽ അടുക്കള തൊട്ടങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ, ഭൂമി തൊട്ടാകാശം വരെ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് നിന്നോട് മാത്രമേ ഞാൻ ആവശ്യപ്പെടുകയുള്ളൂ, നിന്നെ മാത്രമേ ഞാൻ ഇടപെടിപ്പിക്കുകയുള്ളൂ. അഷ്ഹദു, അത് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് ഷഹാദ. അള്ളാഹു ചോദിക്കുന്നു, നീ എങ്ങനെ തെളിയിക്കും? നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? 2 കൈയും മലർത്തുന്ന മുവഹിദുകളോട്, ഒന്നാമത്തെ ഷഹാദ പൂർത്തിയാക്കിയവരോട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് ഞാനിതാ ഒരു റസൂലിനെ നിയോഗിക്കാൻ പോകുകയാണ്. ആ റസൂല് നിങ്ങളോട് എന്ത് കൽപ്പിച്ചോ അത് പൂർണ്ണമായും നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. വമാ നഹാകും അൻഹു ഫന്തഹു, ആ റസൂല് നിങ്ങളോട് നിരോധിച്ചത് നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളുക. വമാ ആതാകുമുർ റസൂലു ഫഖുദു, റസൂല് വന്നിട്ട് നിങ്ങളോട് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടതെന്ന്. ആ റസൂൽ നിങ്ങളോട് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിഞ്ഞു പോകുന്നത് എന്താണെന്ന്, അതങ്ങ് അംഗീകരിച്ചാൽ മതി. തയ്യാറുണ്ടോ? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതാണ് കൂട്ടരെ ഷഹാദ. 24 മണിക്കൂറും നടന്നുകൊണ്ടേയിരിക്കേണ്ട ഒരു ഏർപ്പാടാണ് ഷഹാദ. 5 നേരത്തെ നിസ്കാരം, 5 സമയം മതി. ഏത് വന്ന 1 മണിക്കൂർ, ബാക്കി 23 മണിക്കൂർ ഫ്രീ ആണ് ദിവസം.
സക്കാത്ത് വർഷത്തിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി, ബാക്കി വർഷം മുഴുവനും ഫ്രീയാണ്. ഹജ്ജ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി, ബാക്കി ജീവിതമേ ഫ്രീയാണ്. റമദാൻ മാസം ഒരു മാസം നോറ്റാൽ മതി, ബാക്കി ജീവിതം 11 മാസവും ഫ്രീയാണ്. ഷഹാദത്ത് അങ്ങനെയല്ല. ഷഹാദത്ത് 24 മണിക്കൂറിൽ ഒരു മിനിറ്റ് പാഴായി പോകാൻ പാടില്ല. ഏത് സമയത്തും അത് പാഴാവാം, ബാത്തിലാകാം, ഡിസ്മിസ് ആവാം. ഷഹാദത്ത് കരാറ് ലംഘിക്കപ്പെടാം. ഈ കഴിഞ്ഞ 11 മാസം അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അല്ലാഹു അല്ലാത്ത വ്യക്തികളോട്, ശക്തികളോട്, വസ്തുക്കളോട്, മരിച്ചുപോയ അമ്പിയ മുർസലീങ്ങളോട്, ഔലിയാക്കളോട്, ജീവിച്ചിരിക്കുന്ന ജിന്നുകളോട്, മരിച്ചുപോയ മനുഷ്യരോട്, ദീനാറോട്, ദിർഹമോട് എന്തെങ്കിലും കാര്യത്തിൽ അന്ധമായ എന്തെങ്കിലും ഒരു ബന്ധം, ഒരാശ്രയത്വം നിങ്ങളെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ടോ? അത് തിരുത്തണം. അതിനുള്ളതാണ് റമദാൻ. അതുകൊണ്ടാണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നത്. റമദാൻ മാസത്തിൽ ഏറ്റവും നന്നായി നടക്കേണ്ടത് ഷഹാദത്തിന്റെ ശുദ്ധീകരണമാണ്. കഴിഞ്ഞ 11 മാസത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ടാവും. നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്കണം, എന്തൊക്കെയാണ് രാപ്പകലിലായി രഹസ്യമായും പരസ്യമായും സംഭവിച്ചത് എന്ന്. എന്നിട്ട് അല്ലാഹുവിനോട് പറയണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമതായിട്ട് അല്ലാഹു തആല റമദാൻ മാസത്തിൽ നിങ്ങൾക്ക് സന്തോഷമായിട്ട് അല്ലാഹു തആല നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ആ 2 വിഷയത്തിൽ അല്ലാഹ് വളരെ സന്തോഷത്തിലാണ്. വൽ ഇസ്തിഗ്ഫാർ. കഴിഞ്ഞ 11 മാസക്കാലം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നുപോയ അമലിയായ തെറ്റുകുറ്റങ്ങൾ, ഷഹാദത്ത്, ഈമാനിയായ തെറ്റുകുറ്റങ്ങൾ ഷഹാദത്ത് കൊണ്ട് പരിഹരിക്കണം. അമലിയായ തെറ്റുകുറ്റങ്ങൾ ഇസ്തിഗ്ഫാർ കൊണ്ട് പരിഹരിക്കണം. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ തൂബു ഇലൈഹി തൗബത്തൻ നസൂഹ. തൗബ ചെയ്യുക. എന്താണ് തൗബ? ചെയ്തു പോയതെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ നിരത്തി വെക്കുക. ഇനി അങ്ങോട്ട് ചെയ്യൂല എന്ന് തീരുമാനിക്കുക. ഈ ചെയ്തു പോയതിൽ അങ്ങേയറ്റം ഖേദം പ്രകടിപ്പിക്കുക. മാപ്പാക്കി തരാൻ ചോദിക്കുക. ഇനി തിരിച്ചു പോകൂല എന്ന് തീരുമാനമെടുക്കുക. ഇസ്തിഗ്ഫാർ, തൗബ. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റ് പുറത്തു തരാനുള്ള അപേക്ഷക്കാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. തൗബ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. ഇനി അങ്ങോട്ട് തിരിച്ചു പോകാതെ തിരിച്ചു പോകില്ല എന്ന് തീരുമാനിക്കുക. പൂർണ്ണമായും അതിൽ നിന്ന് മടങ്ങുക. ഇതാണ് തൗബ. അല്ലാഹു തആല തായിബീങ്ങളെ പറ്റി പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. ഓ മുഅ്മിനീങ്ങളെ, പ്യൂർ തൗബ ചെയ്തോളൂ കേട്ടോ. എന്താണ് തൗബ? ഉത്ലുബു മതാബൻ ബിൽ നദാമത്തി മുഖ്ലിഅ വബിഅസ്മി തർക്കിൽ ദംബി ഫീമ ഇസ്തഖ്ബല. ചെയ്തു പോയ തെറ്റിനെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ ഖേദം. അത്തൗബത്തു അന്നദം. തൗബ എന്ന് പറഞ്ഞാൽ ഖേദമാണ്, സങ്കടമാണ്. ഛേ, ഒരു വാക്കെങ്കിലും പറയണം, ഛേ ഇത് മോശമാണ് ഞാൻ ചെയ്തു പോയത്. അതാണ് പ്യൂർ തൗബ. നദം, ഖേദം. രണ്ടാമത്തെ കാര്യം, ഇനി ഒരിക്കലും ഞാനത് ചെയ്യുകയില്ല എന്ന തീരുമാനം. മൂന്നാമത്തെ കാര്യം, ചെയ്തു പോയതിൽ നിന്ന് അല്ലാഹുവിനോട് പൂർണ്ണമായ പാപപേക്ഷ. ഇത് നടക്കണം റമദാൻ മാസത്തിൽ. ഇസ്തിഗ്ഫാർ, തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും. തീർച്ചയായും അല്ലാഹു തആല മതിയായവനാണ്, നിങ്ങളെ പാപങ്ങൾ മുഴുവനും പൊരിച്ചു കളയാൻ മതിയായവനാണ്. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. എന്നിട്ട് പാപം ചെയ്ത് നശിച്ചിരിക്കുന്ന നീ ഒരു ദിവസം, ഏ അല്ലാഹ്, ഞാനിതാ മടങ്ങുന്നു നിന്നിലേക്ക്, ഇനിയില്ല, ഇനി നിന്റെ ആളാണ് ഞാൻ. അപ്പൊ തന്നെ അല്ലാഹു തആല പരീക്ഷിക്കുന്നില്ല. അങ്ങനെയൊന്നുമില്ല. ഭാവിയിൽ ഇവൻ എന്താ ചെയ്യാൻ പോകുന്നത് അങ്ങനെ കണക്കൂട്ടിട്ടൊന്നുമില്ല. അപ്പൊ തന്നെ തീരുമാനമാണ്. അള്ളാഹുവിന്റെ തീരുമാനം അപ്പൊ തന്നെയാണ്. കൂട്ടരെ, എത്ര സന്തോഷം വേറെ എന്ത് വേണം റമദാൻ മാസത്തില്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അദ്നബ അബ്ദി ദംബ, എൻ്റെ അടിമ ഒരു പാപം ചെയ്തു. സുമ്മ അലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദുനൂബ, പാപങ്ങളൊക്കെ പുറത്തു തരുന്ന ഒരു റബ്ബുണ്ട് എനിക്ക് എന്ന് ബോധം അവനിക്ക് തിരിച്ചു കിട്ടി. വയഖുദു ദംബൽ അളീമ, എത്ര വലിയ പാപങ്ങളായാലും വേണ്ടാതെ വെക്കാൻ അവൻ തയ്യാറുള്ളവനാണ്. ഈ രീതിയിൽ അവൻ എന്നോട് ചോദിക്കാൻ തുടങ്ങി. ഫഅഗ്ഫിറു ലഹു, ഞാൻ അവനിക്ക് പുറത്തു കൊടുക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഖുദ്സിയ ഹദീസ്, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, സുമ്മ അദ്നബ അബ്ദി ദംബ. കുറച്ചു കാലം കഴിഞ്ഞു, ഈ മാനസികാവസ്ഥയൊക്കെ മാറി, ചുറ്റുപാടുകളൊക്കെ മാറി, സാഹചര്യങ്ങൾ അനുകൂലമായി, വീണ്ടും എൻ്റെ അടിമ തെറ്റ് ചെയ്തു. ഉടൻ തന്നെ അവൻ എന്നിലേക്ക് തിരിഞ്ഞു, ഏ അല്ലാഹ്, സംഭവിച്ചു പോയി അല്ലാഹ്, സാഹചര്യം അങ്ങനെ ആയിപ്പോയി, ഞാനൊരു ബലഹീനനാണ് അല്ലാഹ്, എനിക്കറിയാലോ എന്നെ. അഫഗ്ഫിറു ലഹു, അപ്പോഴും ഞാൻ പുറത്തു കൊടുക്കും.
വീണ്ടും എന്റെ അടിമ ഒരു തെറ്റ് ചെയ്തു. വലിയ 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 പാപങ്ങളും പുറത്തു തരുന്ന ഒരു റബ്ബാണ് എന്റെ റബ്ബ്. ഞാൻ ഷഹാദത്ത് പറഞ്ഞ റബ്ബ്, ഞാൻ ഷഹാദത്ത് കൊടുത്ത റബ്ബ്, ഞാൻ ഷഹാദത്ത് കൊടുത്ത ഇലാഹ്. അപ്പോൾ ഞാൻ പുറത്തു കൊടുക്കും. ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആള് പറയുന്നു 100 തവണ പറഞ്ഞെങ്കിൽ 100 തവണയും പുറത്തു കൊടുക്കുമെന്ന് പറയട്ടെ ആയിരുന്നു എന്ന്. എന്താ മനസ്സിലാക്കേണ്ടത്? ഗഫൂറായ റഹീമായ അള്ളാഹുവിനെ അള്ളാഹുവിനെ പറഞ്ഞ് പേടിപ്പിക്കരുത്. അള്ളാഹുവിനെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കരുത്. അള്ളാഹു സിംഹത്തെ പേടിപ്പിക്കും പോലെ പേടിക്കേണ്ട സാധനമല്ല. അള്ളാഹു സ്നേഹത്തിന്റെ കേദാരമാണ്. പിന്നെ പേടി എന്ന് പറഞ്ഞാൽ എന്താണ്? ശിക്ഷിക്കുന്നുള്ള പേടിയല്ല, എന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി. എന്റെ അള്ളാഹ്ക്ക് എന്നോട് ഇഷ്ടമാണ്, ആ ഇഷ്ടം തീർന്നു പോകുമോ എന്നുള്ള പേടി. ആ പേടിക്കാ പേടി എന്ന് പറയുന്നത്. ഷിയാക്കളല്ലേ അള്ളാഹുവിനെ കടുകടുപ്പപ്പെട്ടവനാക്കി മാറ്റിയത്? ഇറാനിയൻ ഷിയാക്കൾ അള്ളാഹുവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി എന്താണ് ചെയ്യാറ്? അനുയായികളെ വിളിച്ച് സ്റ്റേജിൽ ഒരുമിച്ച് കൂട്ടും, എന്നിട്ട് ഷെയ്ഖുമാരെ സ്റ്റേജിൽ വിളിച്ചു കൂട്ടും, എന്നിട്ട് വലിയ ഷെയ്ഖിനെ വലിയ കസേരയിൽ ഇരുത്തും, ആ കൂട്ടത്തിൽ ഒരു കുഷ്ഠരോഗിയെയും വേറൊരു കസേരയിൽ ഇരുത്തും. എന്നിട്ട് ഈ ഷെയ്ഖിന് വലിയ ഷെയ്ഖ് ഒരു അമീറായ ഷെയ്ഖ് സാധാരണക്കാരോട് പ്രസംഗിക്കും. ആ കൂട്ടത്തിൽ പറയും, ഈ ഇരിക്കുന്ന ആളെ കണ്ടോ നിങ്ങൾ? ഇയാൾക്ക് കുഷ്ഠരോഗം കണ്ടില്ലേ, കാല് കണ്ടില്ലേ, കൈ കണ്ടില്ലേ? ഈ കുഷ്ഠരോഗം ആര് കൊടുത്തതാണ്? സദസ് ഒന്നടങ്കം പറയും, അല്ലാഹ്. ഈ കുഷ്ഠരോഗത്തെ ഇയാളെ രക്ഷപ്പെടുത്താൻ എന്താണ് വഴി? നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ഈ കുഷ്ഠരോഗം ഇയാൾക്ക് മാറ്റിക്കൊടുക്കണമെങ്കിൽ ഈ ഷെയ്ഖ് വിചാരിച്ചാലേ നടക്കുള്ളൂ. ഇതല്ലേ ഷീയത്ത്? ഇതല്ലേ ഇറാനിയൻ ഷീയത്ത്? അല്ലേ? ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ തന്നെ അല്ലേ? അല്ല കടുപ്പക്കാരനാക്കുക, അള്ളാനെ ഔലിയാക്കളെ സ്നേഹമുള്ളവരുമാക്കുക, അല്ലേ? രോഗം അല്ല കൊടുക്കുന്നു, മുദീശേഖങ്ങളെ രോഗം മാറ്റുന്നു. അല്ല മുമിനെ കടത്തിലാക്കുന്നു, ബദരീകളെ കടം മാറ്റി കൊടുക്കുന്നു. അല്ല മുമിനിങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ട് കൊടുക്കുന്നു, ഔലിയാക്കളെ ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കുന്നു. എന്ന് വെച്ചാൽ അള്ളാന്റെ ദർബാറും ഔലിയാക്കളെ ദർബാറും തമ്മിൽ എപ്പോഴും ഫൈറ്റ് ആയിരിക്കും. ഇടതുപക്ഷവും വലതുപക്ഷവും പോലെ. കാത്തിരുന്നു കൊള്ളുക, സൂക്ഷിച്ചു കൊള്ളുക, വളരെ ഗൗരവത്തിൽ സൂക്ഷിച്ചു കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പറഞ്ഞു, വയുദ്ഖലക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅഹ് നൂറുഹും യസ്ആ ബൈന ഐദീഹിം. ഒരു ദിവസം പ്രവാചകനെയോ പ്രവാചകന്റെ ഒന്നിച്ചുള്ള ആളെയോ അല്ലാഹു തആല നഷ്ടപ്പെടുത്തി കളയില്ല. അകത്തൊരു ദിവസം നൂറുഹും, അവരുടെ പ്രകാശം, യസ്ആ ബൈന ഐദീഹിം, അവരുടെ മുമ്പിലൂടെ നടക്കാനുണ്ടാകും നാളെ. വബി ഐമാനിഹിം, വലതുഭാഗത്തും ആ പ്രകാശം ഉണ്ടാകും. എന്നിട്ട് അവർ പറയും, വബി ഐമാനിഹിം യഖൂലൂന, ആ സമയത്ത് അവരിങ്ങനെ പറയും അല്ലാഹുവിനോട്, റബ്ബന, റബ്ബേ അത്തിമിം ലനാ നൂറനാ, ഞങ്ങൾക്ക് പ്രകാശം വർദ്ധിപ്പിച്ചതാ, പൂർത്തിയാക്കിത്താ, ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് ഇനിയും പുറത്തുതാ, ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്തു തഹ്രീം. റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിനെ പറഞ്ഞ് പേടിപ്പിച്ച ഒരു ദിവസം ഖുറൈശികൾ വല്ലാണ്ട് ഇടങ്ങാറാക്കിയപ്പോൾ അള്ളാന്റെ ശിക്ഷ പറഞ്ഞ് പേടിപ്പിച്ചു റസൂലുള്ളാഹി തങ്ങൾ. ആ സമയത്ത് അള്ളാന്റെ റസൂലിനെ അല്ലാഹു തആല അറിയിച്ചു, ഓ മുഹമ്മദ് നബി, എന്നെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. നബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. നബി ഇബാദി, എൻ്റെ അടിമകൾക്ക് നിങ്ങൾ ഉണർത്തിക്കൊടുക്ക്, എൻ്റെ അടിമകളോട് നിങ്ങൾ ഉണർത്തിക്കൊടുക്ക്. അന്നി അനൽ ഗഫൂറുർ റഹീം, തീർച്ചയായിട്ടും ഞാൻ ഗഫൂറാണ്, റഹീമാണ് എന്നെൻ്റെ അടിമകളോട് പറ. എന്നിട്ട് അവരോട് മടങ്ങാൻ പറ, തെറ്റി തിരുത്താൻ പറ. ഒരു വിധത്തിനും സാധിക്കുന്നില്ല, ഒരു വിധത്തിനും നന്നാവൂല, ഒരു വിധത്തിനും തിരിച്ചു വരാൻ തയ്യാറില്ല. അവരോട് പറ, ഇന്ന അദാബി ഹുവൽ അദാബുൽ അലീം. ആ സമയത്ത് എൻ്റെ അള്ളാഹു എൻ്റെ ശിക്ഷ കടുത്തതാണ്, വേദനയുള്ളതായിരിക്കും എന്ന് പറഞ്ഞേക്കുകയാണ്. അപ്പൊ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം റഊഫായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, കരുണയുള്ള അല്ലാഹ്, കൃപയുള്ള അല്ലാഹ്. അതേ റമദാൻ മാസം തീരാൻ പോകുകയാണ്. ഉത്തരവാദിത്തത്തോടുകൂടി അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതാണ്. മൂന്നാമത്തെയും നാലാമത്തെയും കാര്യത്തെപ്പറ്റി അള്ളാന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? മൂന്നാമത്തെ കാര്യം, അത് 3-4 നിങ്ങൾക്കുള്ളതാണ്. അത് അള്ളാഹു വളരെ സന്തുഷ്ടനാണ് നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങളുടെ ഷഹാദത്തും ക്ലിയറായി, ഇസ്തിഗ്ഫാറും ക്ലിയറായി. ഇനി 2 കാര്യം. ഒന്ന്, അദ്ദുഹൂലുൽ ജന്ന, ദുഹൂലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതാണ്. വല്ലിയാദത്തു മിനന്നാർ, നരകത്തിൽ നിന്ന് കാവൽ തേടുക എന്നതും ആണ്. ഈ 2 കാര്യം ശരിയാണെങ്കിൽ സ്വർഗത്തിന്റെ കാര്യം ഞാൻ ഏറ്റു, നരകത്തെ തൊട്ട് നിങ്ങളെ രക്ഷപ്പെടുത്താനും ഞാൻ ഏറ്റു. അല്ലാഹ്, അതുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ ദുആ ചെയ്തത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അതിങ്ങനെ ചൊല്ലിത്തീർക്കാനുള്ള ദിക്റല്ല, ഒരു ദുആ ആണത്. ഏത് സമയത്തും പറയാനുള്ള ദുആ. 4 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ദുആ ആണത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് വന്നു, അസ്തഗ്ഫിറുല്ലാഹ് ഇസ്തിഗ്ഫാർ വന്നു, അസ്അലുക്കൽ ജന്നയിൽ സ്വർഗ്ഗ ചോദിക്കൽ വന്നു,
വാഴുതുവിക്ക മിനന്നാർ, നരകത്തെ തൊട്ട് കാവലിനെ തേണ്ടു വന്നു. ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ ദിവസങ്ങൾ നേടാനുള്ളത് മുഴുവനും നേടണം. ഇന്നലെ 25 രാവ് കഴിഞ്ഞ് ഇനി 26, 27, 28, 29 4 രാത്രികളാണ് ബാക്കിയുള്ളത്. തഹറൗ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രികൾ കഴിഞ്ഞു പോയോ അതോ വരാനിരിക്കുന്നതാണോ അള്ളാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞ വാക്കോടാണ് നമുക്ക് യോജിപ്പ്. എന്താണത്? തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ, റമദാൻ മാസത്തിന്റെ അവസാനത്തെ 10 നിങ്ങൾ പ്രതീക്ഷിക്കുക. ആയിഷത്തു സിദ്ദീഖയിൽ നിന്നും നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ മാസത്തിന്റെ അവസാനത്തെ 10 ആയാൽ ശദ്ദ മിസ്റഹു, അര മുടുക്കിയുടുക്കും, വഅഹിയ ലൈലഹു, രാത്രി ഹയാത്താക്കും, വഅയ്ഖല അഹ്ലഹു, കുടുംബത്തെ വിളിച്ചുണർത്തും. വളരെ കൃത്യമാണ് ഹദീസ്. പള്ളികളിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്തും കഴിഞ്ഞ് ശമ്പളത്തിന് നിന്ന് ഇമാമ് 11 റക്അത്ത് 1/4 മണിക്കൂർ കൊണ്ട് നിസ്കരിച്ച് പിരിച്ചു വിട്ടാൽ ബാക്കി പോയി കിടന്നാൽ മതി എന്നെങ്കിൽ ഈ ഹദീസിന്റെ മായന എങ്ങനെയാണ് നാം അമലാക്കുക? ഈ ഹദീസ് എങ്ങനെയാണ് നാം അമലിൽ കൊണ്ടുവരിക? പള്ളിയിൽ നടക്കുന്ന കമ്മിറ്റിക്കാർ തീരുമാനിച്ച സമയം ഇശാ നിസ്കാരം കഴിഞ്ഞ 8:30 ഇശാ നിസ്കാരം, 8:45 തറാവീഹ്, 9:15 നമുക്ക് തീർന്നിരിക്കണമെന്ന് പ്രസിഡന്റിന്റെ ഓർഡർ ആയിരിക്കും, അല്ലെങ്കിൽ 9:30 തീർന്നിരിക്കണമെന്ന്. അപ്പൊ അവസാനത്തെ 10-നും പ്രത്യേകതയൊന്നുമില്ല, ഇതും തീർന്നിട്ട് അങ്ങ് പോയാൽ മതി. അപ്പോൾ ഇഹ്യാഉൽ ലൈലിന്റെ മായന എന്താണ്? രാത്രി ഉറക്കമൊഴിഞ്ഞ് ലൈലത്തുൽ ഖദ്ർ കാത്തിരിക്കുക എന്നതിന്റെ മായന എന്താണ്? അരയുടുപ്പ് മുറുക്കി ഉടുക്കുക എന്നുള്ളതിന്റെ മായന എന്താണ്? കുടുംബത്തെ എല്ലാം ആ 10 വിളിച്ചുണർത്തുമെന്നതിന്റെ മായന എന്താണ്? മക്കളെയും പേരക്കുട്ടികളെയും വിളിച്ചിട്ട് ഈ ശമ്പളക്കാരന്റെ ഇമാമത്തിന് പിറകിൽ നിന്നിട്ട് 11 റക്അത്ത് അരമണിക്കൂർ കൊണ്ട് നിസ്കരിച്ചു പോകാനാണോ റസൂലുള്ളാഹി തങ്ങൾ കുടുംബക്കാരെയൊക്കെ വിളിച്ചുണർത്താൻ പറഞ്ഞത്? മനസ്സിലാക്കിയിരിക്കണം ചിലതൊക്കെ. ആര്? അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കാൻ ആഗ്രഹിക്കുന്നവർ. അല്ലാത്തവർക്ക് ഇതിലൊന്നും കാര്യമില്ല, എന്ത് ചെയ്താലും കാര്യമില്ല. ആഗ്രഹിച്ചു പോകുന്ന ചില പണ്ഡിതന്മാർ നാവടക്കിയെങ്കിൽ എത്ര സന്തോഷമായേനെ റമദാൻ മാസത്തിൽ എന്ന്. സ്വന്തം ചെയ്യാൻ കഴിയില്ലെങ്കിലും കഴിയുന്നവർ ചെയ്യട്ടെ എന്ന രീതിയിൽ. വേറൊരു കാര്യം, ഇബ്നു മസ്ഊദിൽ നിന്ന് നിവേദനം, അഷ്റഫുൽ ഖൽഖിന്റെ പിറകിൽ ഞാൻ പോയി നിസ്കരിച്ചു. 1-ാമത്തെ റക്അത്തിൽ അൽബഖറ സൂറത്ത് ഓതി, റുക്കൂഇൽ അൽബഖറിന്റെ അത്ര തന്നെ തസ്ബീഹ് ഓതി, സുജൂദിൽ അൽബഖറിന്റെ അത്ര തന്നെ സുജൂദ് തസ്ബീഹ് ഓതി. 2-ാമത്തെ റക്അത്തിൽ അഷ്റഫുൽ ഖൽഖ് ആലി ഇംറാൻ ഓതി. അതിനുശേഷം റുക്കൂഇലും അത്ര തന്നെ ആ ആയത്തിന്റെ ഖദർ അനുസരിച്ച് തന്നെ തസ്ബീഹ്, സുജൂദിലും തസ്ബീഹ്. നിസ്കാരം സലാം വിട്ടി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേണ്ടാത്തത് ചിലത് തോന്നി. സഹാബി പറഞ്ഞു, എന്താണെന്ന് അറിയോ? കൈ ഇളക്കിയിട്ട് പോയാലോ, അതാണ് ആ വേണ്ടാത്തത് തോന്നി പറഞ്ഞ വാക്കിന്റെ മായന. ആയിഷത്തു സിദ്ദീഖ പറഞ്ഞു, അഷ്റഫുൽ ഖൽഖിന്റെ നിസ്കാരത്തിന്റെ ദൈർഘ്യം പറഞ്ഞൊപ്പിക്കാൻ കഴിയില്ല, അതിന്റെ മനോഹരത പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്തിനാണ് കൂട്ടരെ എണ്ണത്തിന്റെ കാര്യത്തിൽ സംഘടിക്കുന്നത്? അഷ്റഫുൽ ഖൽഖിന്റെ ചില നിസ്കാരങ്ങൾ 4 റക്അത്ത് നിസ്കരിക്കാൻ രാത്രി മുഴുവനും തികയില്ല. ആ രീതിയിലല്ലേ അഷ്റഫുൽ ഖൽഖ് നിസ്കരിച്ചത്. അപ്പൊ എണ്ണത്തിലല്ല വണ്ണത്തിലാണ് കാര്യമെന്നല്ലേ മനസ്സിലാകുന്നത്. ആ വണ്ണം അവസാനത്തെ 10-ലെങ്കിലും ഒന്ന് പ്രായോഗികമാക്കാൻ തയ്യാറാകുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, തയ്യാറാണ് അല്ലാഹുവേ ഞാൻ, വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, നിന്റെ മുഹമ്മദ് നബി പറയുകയും ചെയ്യുകയും ചെയ്തതുപോലെ. അവിടെ മെനക്കെട്ടുകൊള്ളുക. ബാക്കിയുള്ള രാത്രികളിൽ ശരിക്കും മെനക്കെട്ടുകൊള്ളുക. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, പരിശുദ്ധ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക. ഏറ്റവും കൂടുതൽ ദീർഘിപ്പിക്കാൻ പറ്റിയ സമയം നിസ്കാരമാണ്. സൂറത്ത് ഓതാൻ കഴിയില്ലെങ്കിൽ അറിയുന്ന സൂറത്ത്, നീണ്ട അറിയുന്ന ചെറിയ ചെറിയ സൂറത്ത് ആവർത്തിച്ചോതുക. സഹാബാക്കളെ കൂട്ടത്തിൽ ഖുൽ ഹുവല്ലാഹു മാത്രം ആവർത്തിച്ചോതി നിസ്കരിച്ച സഹാബി ഉണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖിനോട് പരാതി പറഞ്ഞു അയൽവക്കക്കാരൻ. റസൂലുള്ളാഹി തങ്ങൾ വിളിച്ച് ചോദിച്ചു, നീ ഇങ്ങനെ ചെയ്യുന്ന കേട്ടല്ലോ, എന്താണ് കാര്യം? അപ്പൊ സഹാബി പറഞ്ഞു, എനിക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് അത്ര ഇഷ്ടമാണ് നബിയെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓതും, കുറേ ഓതും. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറയുന്നറിയോ? അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നല്ല പറഞ്ഞേ, നീ 1/2 മണിക്കൂർ കൊണ്ട് നിസ്കരിച്ച് തീർത്താൽ മതി എന്നല്ല പറഞ്ഞത്. ഹുബ്ബുക ഇയ്യാഹ അദ്ഖലക്കൽ ജന്ന. ആ ഖുൽ ഹുവല്ലാഹു അഹദിനോട് നിനക്കുള്ള ഇഷ്ടമുണ്ടല്ലോ, അത് നിന്നെ സ്വർഗത്തിൽ കടത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. പിന്നെന്താ വേണ്ടേ? അദ്ഖലക്ക എന്നാ പറഞ്ഞേ, മളിയായ ഫീലാണ്. അദ്ഖലക്ക, നിന്നെ അല്ലാഹ് കടത്തുമെന്നല്ല, കടത്തി. ഹുബ്ബുക ഇയ്യാഹ, ആ ഖുൽ ഹുവല്ലാഹു അതിനോട് എനിക്കുള്ള ഇഷ്ടം. അതുകൊണ്ട് ബാക്കിയുള്ള രാത്രികൾ നന്നായി ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. ദീർഘ യാത്രയൊന്നും ചെയ്യണ്ട. അവനവന്റെ മഹല്ലത്തിൽ ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക പള്ളികളായ അമലുകൾ ഹയാത്താവണം. 5 റക്അത്ത് നാട്ടുകാർക്ക് മുഴുവനും കിട്ടണം. അത് ഹിദായത്തിന്റെ വഴി തുറന്ന് കിട്ടാൻ മുവഹിദുകളുടെ ഉത്തരവാദിത്തമാണിത്. മുശ്രിക്കുകൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. 1500 റക്അത്ത് നിസ്കരിച്ചിട്ടും വല്ലാഹി കാര്യമില്ല. എന്തുകൊണ്ട്? അല്ലാഹു തആല പറഞ്ഞില്ല,
നീ ശിർക്ക് ചെയ്താൽ നിന്റെ അമല് മുഴുവനും പൊളിഞ്ഞു പോകും. അപ്പൊ ഉറപ്പായി ഈ ആയത്തുകൊണ്ട് അത് കുഞ്ഞിരാമനോടും വർഗീസിനോടും പറഞ്ഞല്ല, മുസ്ലിമിനോട് പറഞ്ഞതാണ്. മനസ്സിലായി? അമല് സഹിയാകാനുള്ള ഷർത്തായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള ഓൾറെഡി അമലല്ലല്ലോ. കുഞ്ഞിരാമനും വർഗീസും അമലല്ലല്ലോ ഓൾറെഡി. പിന്നെ ഓന്റെ അമല് പൊളിഞ്ഞു പോകുന്നു പറയേണ്ടിയില്ലല്ലോ. ഓൾറെഡി അസിലേ പൊളിഞ്ഞിരിക്കുകയാണല്ലോ. പൊളിയും എന്ന് പറയുന്നത് പൊളിയൂല എന്ന് പ്രതീക്ഷിക്കുന്നവനോടല്ലേ പറയേണ്ടത്? അതെ, മുസ്ലിമികളോടല്ല അല്ലാഹു തആല പറഞ്ഞത്. നിന്റെ അമല് മുഴുവനും പൊളിഞ്ഞു പോകും. പ്രായപൂർത്തിക്ക് ശേഷമുള്ള മുഴുവൻ അമലും. നിന്റെ കാല് കല്ലിന് വെച്ച് കുത്തി വേദന വന്നു, ബദിരീങ്ങളെ എന്നാണ് നിന്റെ നാവില് വന്നതെങ്കിൽ പ്രായപൂർത്തി തൊട്ട് ഇങ്ങോട്ടുള്ള മുഴുവൻ നിസ്കാരവും ബാത്തിലാണ്. മുഴുവൻ നിസ്കാരവും ബാത്തിലാണ്. പ്രായപൂർത്തിക്ക് ശേഷമുള്ള മുഴുവൻ ഹജ്ജും ബാത്തിലാണ്. മുഴുവൻ സക്കാത്തും ബാത്തിലാണ്. ഒരു വാക്കുകൊണ്ട് മൊയ്തീൻ ശേഖ് തങ്ങളെ വേദനിച്ചു പോയല്ലോ എന്ന് നിന്റെ നാവ് കൊണ്ട് പറഞ്ഞാൽ അമലുക്ക് മുഴുവൻ അമലും പൊളിഞ്ഞു അല്ലാഹ് പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ. ഇനിയും ഇഷ്കാലുള്ളവർക്ക് ചികിത്സ വേറെ ഇല്ല. അള്ളാഹു എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. വരാനിരിക്കുന്നത് പിന്നീട് ലൈലത്തുൽ ഖദറിന്റെ പ്രതീക്ഷ കഴിഞ്ഞാൽ പിന്നെ മാസപ്പിറവിയാണ്. മാസപ്പിറവി അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂമു ലിറുയതിഹി, മാസം കണ്ടാൽ നോമ്പ് നോക്കുക, വഅഫ്തിറു ലിറുയതിഹി, മാസം കണ്ടാൽ പെരുന്നാളാക്കിക്കൊള്ളുക. ലോകത്തെവിടെ മാസം കണ്ടാലും പെരുന്നാളും നോമ്പ് നോക്കാൻ മുമ്പത്തിന് അവകാശമുണ്ട്. പക്ഷെ തീരുമാനിക്കേണ്ടവർ തീരുമാനിച്ചിരിക്കണം. ഇവിടെ തീരുമാനത്തിനാണ് വിഷയമുള്ളത്, മാസപ്പിറവി കണ്ട കാര്യത്തിലല്ല തീരുമാനിച്ചുള്ളത്. അതായത് പഞ്ചായത്ത് വാർഡ് കാളി മുതൽ, പഞ്ചായത്ത് കാളി മുതൽ, താലൂക്ക് കാളി മുതൽ, ഡിസ്ട്രിക്ട് കാളി മുതൽ, സ്റ്റേറ്റ് കാളി മുതൽ, നാഷണൽ കാളി മുതൽ, വേൾഡ് കാളി മുതൽ, അങ്ങനെ ആയിരക്കണക്കിന് കാളിമാർ അണിനിരന്നിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാവരും അവരെയാണ് കാത്തിരിക്കുക. ഒരാൾ യെസ് പറയും, ഒരാൾ നോ പറയും, ഒരാൾ രണ്ടിന്റെ ഇടയിലാണെന്ന് പറയും, ഒരാൾ ആലോചിക്കാന്ന് പറയും. ഉമ്മത്ത് മുഴുവനും കുളം തോണ്ടും. തമിഴ്നാട്ടിലെ കൊളച്ചൽ മുതൽ കർണാടകയിലെ ഭട്കൽ വരെ 750-800 കിലോമീറ്ററുകളുണ്ട്. എന്താണ് ഷാഫി ഫിഖ് അനുസരിച്ച് ഇതിന്റെ ഇടയിൽ എവിടെ മാസം കണ്ടാലും ഈ പറയുന്ന പ്രദേശക്കാർക്ക് മുഴുവനും പെരുന്നാളാക്കാവുന്നതേ ഉള്ളൂ. ഇത് ഇവിടുത്തെ ഷാഫി മദ്ഹബാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്ന വിഷയമല്ലേ. എന്നിട്ടും കാസർഗോഡ് കണ്ട കണ്ണൂർ പെരുന്നാളാകുന്നില്ലെങ്കിൽ ധിക്കാരമല്ലെങ്കിൽ പിന്നെന്താണ്? തീർച്ചയായും സൗദി അറേബ്യയിൽ മാസം കണ്ടു എന്ന വിവരം പെട്ടെന്ന് കിട്ടി. തീരുമാനിക്കേണ്ടവർ തീരുമാനിച്ചാൽ ഇവിടെ പെരുന്നാളാക്കാവുന്നതേ ഉള്ളൂ, നോമ്പാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ തീരുമാനിക്കുന്നവർ തീരുമാനിക്കണം, അവിടെയാണ് വിഷയം. തീരുമാനിക്കേണ്ടവർ തീരുമാനിക്കണം, അവിടെയാണ് വിഷയം. അതിലേക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. മൊത്തത്തിലൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രം. മാസം കണ്ടു കഴിഞ്ഞാൽ പിറ്റേന്ന് ഈദുൽ ഫിത്തറാണ്. ഈദുൽ ഫിത്തറായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് സക്കാത്തുൽ ഫിത്തറാണ്. റസൂലുള്ളാഹി തങ്ങൾ അബ്ദുല്ലാഹി ബിൻ ഉമർ ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ഇന്നല്ലാഹ ഫറള അലൈക്കും സക്കാത്തുൽ ഫിത്ർ, ഫിത്ർ സക്കാത്ത് നിങ്ങൾക്ക് അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്, ഫർളാക്കിയിട്ടുണ്ട്. ഓരോ സ്വതന്ത്രൻ, അടിമ, കുട്ടികൾ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ചെറിയ കുട്ടികൾ, വലിയവർ, അന്ന് രാവിലെ പ്രസവിച്ച കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞ്, ഇവർക്ക് വേണ്ടി എല്ലാം കുടുംബനാഥൻ സക്കാത്ത് കൊടുക്കണം. ഫിത്ർ സക്കാത്ത് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. സക്കാത്ത് 3 രീതിയിൽ വിതരണം ചെയ്യാവുന്നതാണ്. ഇമ്മാ ബിസുൽത്താനിഹി, ഭരണാധികാരി, ബയ്യത്ത് ചെയ്യപ്പെട്ട ഇസ്ലാമിക ശരീഅത്തും കോടതിയുള്ള സ്ഥലമാണെങ്കിൽ അവർ മുഖേന, ഔ വക്കീലിഹി, അല്ലെങ്കിൽ വക്കാലത്ത് ഏൽപ്പിക്കാം. വക്കാലത്ത്, ഇതിന്റെ ഫിത്ർ സക്കാത്താണ്, എന്റെ ഭാര്യ മക്കളുടെയും കൂടി ഇത്ര കിലോ അരിയാണ്, അല്ലെങ്കിൽ ഗോതമ്പാണ്, അല്ലെങ്കിൽ കാരക്കയാണ്, അല്ലെങ്കിൽ മുന്തിരിങ്ങയാണ്, ഇത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു, മതി. ആ ഏൽപ്പിക്കുന്നവർ മുഅയ്യനായിരിക്കണം. കമ്മിറ്റിക്ക് മൊത്തത്തിൽ ഓഫീസിൽ കൊടുത്തിട്ട് റെസിറ്റ് വാങ്ങിയ സംഗതി നടക്കൂല. ഒരാൾ മുഅയ്യനായിരിക്കണം. നമ്മുടെ ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ വക്കാലത്ത് ഏൽപ്പിക്കുന്നവര് ജലീൽ സാഹിബാണ് അതിന്റെ മുവക്കല്. ഏൽപ്പിക്കപ്പെട്ട ആള്, മുഅയ്യനായ ഏൽപ്പിക്കപ്പെട്ട ആള്, അദ്ദേഹത്തെ തന്നെ ഏൽപ്പിച്ച് അതിന്റെ ആവശ്യമായ റെസിറ്റ് വാങ്ങേണ്ടതാണ്. 150 റുപ്പികയാണ് പൈസ കൊടുക്കാനേ സൗകര്യമുള്ളൂ അത്രക്കാർക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതൊക്കെ അറിയാവുന്ന. 3ാമത്തെ വിഷയം ഇമ്മാ ബി നഫ്സിഹി, സ്വന്തം തന്നെ കൊടുത്തു തീർക്കുക എന്നുള്ളതാണ്. ഫുഖഹാക്കളെ ഏകോപിച്ച് പറഞ്ഞ വിഷയം ഇതാണ്. ഒന്നിക്കൽ ബയ്യത്ത് ചെയ്യപ്പെട്ട ഭരണാധികാരി കൊടുക്കുക, അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട വക്കീൽ കൊടുക്കുക, അല്ലെങ്കിൽ സ്വന്തം നഫ്സ് കൊണ്ട് കൊടുക്കുക. ഇത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് തീരണം. 1, 2, 3 ദിവസം മുമ്പായാലും കുഴപ്പമില്ല. ഫുഖഹാക്കൾ ഒരു മസല പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു 2 ദിവസം 3 ദിവസം മുമ്പ് എന്റെ ഭാര്യന്റെ മക്കളെല്ലാം കൂടി 25 കിലോ ആ അരി ഞാൻ ഒരാൾക്ക് കൊടുത്തു. പക്ഷെ അയാൾ പെരുന്നാൾ മാസങ്ങളതിന് മുമ്പ് മരിച്ചുപോയാൽ വീണ്ടും കൊടുക്കണം എന്ന്. അതായത് ഈ വാങ്ങിയ ആള് പെരുന്നാൾ ഈ ഫിത്റിന്റെ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടാവണം എന്നുള്ള മക്കൾ ഫസല പറഞ്ഞു തന്നിട്ടുണ്ട്.
അല്ലാഹു അഅലം. അത് കഴിഞ്ഞാൽ പിന്നെ ഈദ് നമസ്കാരമാണ്. അതെ, ഒരു മാസത്തെ കഠിനാധ്വാനത്തിന് ശേഷമുള്ള ഈദ്. ഹബീബായ മുത്തായ റസൂലുള്ളാഹി മദീനത്തെത്തിയപ്പോൾ ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന. അഷ്റഫുൽ ഖൽഖും സഹാബാക്കളും മദീനത്തെത്തിയപ്പോൾ അവർ 2 ദിവസം വല്ലാണ്ടങ്ങ് ആഘോഷിക്കുന്നത് കണ്ടു മദീനക്കാര്. അപ്പൊ സഹാബ റസൂല ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ ദിവസം പ്രത്യേകമായിട്ട് ഞങ്ങൾ പരമ്പര ജാഹിലിയ കാലം മുതലേ ഈ 2 ദിവസം ഞങ്ങൾക്ക് പേര് ആഘോഷത്തിന്റെ ദിവസം, ഉത്സവത്തിന്റെ ദിവസമാണ്, ഉറൂസിന്റെ ദിവസമാണ്. അപ്പൊ റസൂല ഞങ്ങൾ പറഞ്ഞു, അത് ഒഴിവാക്കിയേക്കും, നമുക്ക് 2 ആഘോഷമേ ഉള്ളൂ, ഒന്ന് ഈദുൽ അദ്ഹ, മറ്റേത് ഈദുൽ ഫിത്തർ. അതെല്ലാം ഒഴിവാക്കി പിന്നെ അങ്ങോട്ട് ഇതാക്കി, സന്തോഷത്തിന്റെ ദിവസം, തിന്നാനും കുടിക്കാനുമുള്ള ദിവസം. അഷ്റഫുൽ ഖൽഖ് പെരുന്നാളിന് പോകാൻ വേണ്ടിയിട്ട് മാത്രം പ്രത്യേക വസ്ത്രം ഉണ്ടാകുമായിരുന്നു. ഹജ്ജ് ജുമഅക്ക് പോകാനും പ്രത്യേക വസ്ത്രം റസൂലുള്ളാഹി തങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു കുപ്പായം നെയ്ച്ചിട്ട് കൊണ്ടു കൊടുത്തു പെരുന്നാക്കിടാൻ വേണ്ടിയിട്ട്. അത് പട്ടി മിക്സ് ആയതുകൊണ്ട് റസൂൽ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന്, അത് ഇടാൻ പറ്റൂല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ ജുമഅക്ക് വെള്ള വസ്ത്രം ധരിക്കുമായിരുന്നു, പെരുന്നാളിൻ്റെ അന്ന് കളറുള്ള വസ്ത്രവും ധരിക്കുമായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്ത് ഫോളോ വസ്ത്രത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെളുത്ത കളറാണ്. ജുമഅക്ക് മാത്രമായിട്ട് ഖതീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് ജുമഅക്ക് മാത്രമായിട്ട് പ്രത്യേക ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് അല്ലാഹു തആല അനുസരിക്കാനും അനുസരിച്ച് കേട്ടതനുസരിച്ച് അമൽ ചെയ്യാനും ഇൽമിൽ ഒരുപാട് ബറക്കത്ത് സിദ്ധിക്കാനും അമ്പറക്കത്ത് അമലിലൂടെ പ്രായോഗികമാക്കാനും നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്തോഷത്തോടെ കണ്ടുമുട്ടുന്ന സമയം വുജൂഹു യൗമഇദിൻ നാളിറ, മുഖം പ്രസന്നമായ മുഖവുമായിട്ട് അള്ളാഹുവിനെ കാണുന്ന സമയം. വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ, ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തൊരു ന്യൂനപക്ഷം, ആ ന്യൂനപക്ഷത്തോടൊപ്പം അവരെ പിറകിൽ തന്നെ നടന്ന് ഉടമസ്ഥന്റെ മുമ്പിലെത്തി നമ്മുടെ ഷഹാദത്തിന്റെ റിക്കാർഡ് അള്ളാഹ്ക്ക് കൈമാറി. ഏ അല്ലാഹ്, നീ അടുത്ത് സ്വീകരിച്ചിരിക്കുന്ന ഈ ന്യൂനപക്ഷത്തോടൊപ്പം നീ ചേർക്കണമെന്ന് ആഗ്രഹത്തോടെ പറഞ്ഞ് അല്ലാഹു തആല അവനെ കൂട്ടി ഇണക്കി ചേർത്ത് നിന്റെ സ്ഥാനം ഇവിടെയാണ് എന്ന് പറയാൻ എന്താണോ വേണ്ടത് അല്ലാഹു തആല മരിക്കുന്നതിനു മുമ്പ് എല്ലാ അവസരങ്ങളും നമുക്ക് അനുകൂലമാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗികളോട് കരുണ കാണിക്കട്ടെ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, ട്യൂമർ രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ, വേദനിക്കുന്നവർ, ആശുപത്രികളിൽ, ചിലർ വീടുകളിൽ, സ്ത്രീകൾ, കുട്ടികൾ, വലിയവർ, ചെറിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, അങ്ങനെ വേദനയോട് വേദന കടിച്ചിറക്കി കഴിഞ്ഞുകൂടുന്നവർ. ഏ അല്ലാഹ്, നിന്റെ ഖുദ്റത്ത് കൊണ്ട് അവർക്ക് നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹുവേ. അസ്ബാബുകളെ പരിഗണിക്കാതെ നീ ഇടപെടുകയും നിന്റെ ഖുദ്റത്തും ഔദാര്യം കൊണ്ട് കുൻ എന്ന കലിമത്ത് ഉപയോഗിച്ച് രോഗികളുടെ രോഗത്തെ നീ ഔദാര്യത്തോടു കൂടി ശിഫയാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഒരു ജലദോഷം കൊണ്ട് പോലും ഞങ്ങളെ നീ പരീക്ഷിക്കാൻ നിൽക്കല്ലേ അല്ലാഹുവേ. പരീക്ഷിച്ചാൽ ഞങ്ങൾ തോൽക്കും. പരീക്ഷിക്കാതെ ഞങ്ങൾക്കൊന്നിനും യോഗ്യതയില്ലാത്ത ബലഹീനരാണ് അല്ലാഹുവേ. ഒരുപാട് കുറ്റം കുറവുള്ളവരാണ് അല്ലാഹുവേ. ഒന്നും തിരിയാത്തവരാണ് അല്ലാഹുവേ. നീ നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ കയ്യെ പിടിച്ചു ഉയർത്തി തരണേ അല്ലാ. ഏറ്റവും നല്ല മുറബി നീ ആവണേ അല്ലാ. ഏറ്റവും വലിയ മുസക്കി നീ ആവണേ അല്ലാ. ഏറ്റവും നല്ല തർബിയത്ത് നീ നേരിട്ട് തരണേ അല്ലാ. ഏറ്റവും നല്ല തസ്കിയത്ത് നീ നേരിട്ട് തരണേ അല്ലാഹുവേ. നീ കൈവിട്ടേക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കാര്യം വേറെ ആരും ഏൽപ്പിച്ചേക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഒരു കണ്ണിന്റെ ഇമ പൊട്ടാൻ, ഒരു കണ്ണിന്റെ പോളെ അനക്കാനുള്ള ജോലി പോലും ഞങ്ങൾ സ്വന്തമായി നീ ഏൽപ്പിക്കാതെ നീ ഏറ്റെടുത്ത് നടത്തി തരണേ അല്ലാഹുവേ. ഓരോ വിഷയങ്ങളുള്ളവർ, കടം കൊണ്ട് വിഷമിക്കുന്നവർ, അല്ലാഹു അവന്റെ ഖുദ്റത്ത് കൊണ്ട് ഇടപെട്ട് കടം വീടാനുള്ള അസ്ബാബുകളെ അനുകൂലമാക്കി കൊടുക്കട്ടെ. അതേപോലെ തന്നെ പ്രശ്നങ്ങൾ, ലോകാടിസ്ഥാനത്തുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുമ്പോൾ അള്ളാഹുമായി ബന്ധപ്പെടാൻ അർഹതപ്പെട്ടവർ മുസ്ലിം മുഅ്മിനീങ്ങളും മുവഹ്ഹിദുകളുമായ നമ്മളാ. അവരോട് അള്ളാഹുവിനോട് ചോദിക്കണം, അല്ലാഹുവേ ലാ തുആഖിദിനാ ബിസൂഇ അഫ്ആലിനാ, ഞങ്ങളുടെ ചെയ്തി കാരണത്താൽ ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കരുത്. ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ ദുഷിച്ച ഭരണാധികാരികളെ ഇനിയും നീ ഞങ്ങളെ ഏൽപ്പിക്കരുത്. വലാ തുസല്ലിത്ത് അലൈനാ മൻ ലാ യർഹമുനാ, ഞങ്ങളോട് കരുണ കാണിക്കാത്തവന്റെ കയ്യിൽ നാട്ടിന്റെ അധികാരം നീ കൊടുക്കല്ലേ അല്ലാഹ്. വലാ തഖാഫുക വലാ തഹ്റമുക വയർഹമുനാ, ഞങ്ങളോട് കരുണ കാണിക്കാത്ത, വലാ യഖാഫുക, നിന്നെ ഭയമില്ലാത്ത, നിന്നെ ചീത്ത പറയുന്ന, നിന്നെ എതിർക്കുന്ന, നിന്നെ തോന്നിയവാസം പറയുന്ന, നിന്റെ പ്രവാചകനെ തോന്നിയവാസം പറയുന്ന സമൂഹത്തിന്റെ കയ്യിൽ ഇനിയും ഞങ്ങൾ ഭരണം ഏൽപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് സന്തോഷത്തിനും സമാധാനത്തിനും ദീനനുസരിച്ച് ജീവിക്കുന്നതിനും അനുകൂലമായി പാശ്ചാത്തലം ഒരുക്കാൻ യോഗ്യതയുള്ള ഒരു കൂട്ടത്തെ കൽബിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ നീ തെരഞ്ഞെടുക്കാൻ അവസരം ഉണ്ടാക്കി തരണേ അല്ലാഹുവേ. ചോദിക്കണം നാം അല്ലാഹുവിനോട്. കൽബിന്റെ റബ്ബുൽ ഖുലൂബ് അല്ലാഹുവാണ്. കൽബിന്റെ റബ്ബ് അല്ലാഹുവാണ്.
ഇന്ത്യ രാജ്യത്തിലെ 1,30,000,000 ജനങ്ങളുടെ ഖൽബ് അല്ലാഹുവിന്റെ കയ്യിലാണ്. അതിന്റെ മുഖല്ലിബുൽ ഖുലൂബ് തിരിക്കുന്നവൻ അല്ലാഹുവാണ്. മുസരിഫുൽ ഖുലൂബ് മരിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹ്, പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും കൽബുകളെ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള അവസരം നീ കൽബ് കൊടുക്കണേ അല്ലാ. കള്ളവും ചതിയുമായി നടന്നെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള ചതിയോ വഞ്ചനയോ നടന്നെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാൻ നീ മതിയായവനാണ് അല്ലാഹുവേ, നീ കഴിവുള്ളവനാണ് അല്ലാഹുവേ. രണ്ടാമതൊരു തീരുമാനം ഈ പരിശുദ്ധ റമദാനിൽ ഖദറിന്റെ രാത്രിയിൽ നീ ഉണ്ടാക്കണേ അല്ലാഹുവേ. രണ്ടാമത്തെ ഒരു വേദന എന്താണ്? ഫലസ്തീൻ അത് സ്വതന്ത്രമാകണം. ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക് കിട്ടണം. ബൈത്തുൽ മുഖദ്ദസ് മുഅ്മിനീങ്ങൾ കൈകാര്യം ചെയ്യണം. ലോകത്ത് നിലവിലുള്ള ഒരു തരത്തിലുള്ള ജൂദായിസത്തിന്റെയും കയ്യിലേക്ക് അത് വരാൻ പാടില്ല. ഫലസ്തീൻ സ്വതന്ത്രമാകണം. അതിനുള്ള സംസാരങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് അസ്ബാബുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഫലസ്തീൻ സ്വതന്ത്രമായ രാജ്യമായി UN പ്രഖ്യാപിക്കണം. അതിന് അല്ലാഹു തആല അവസരം ഉണ്ടാക്കണം. അതിന് വേണ്ടാത്തവനെ തള്ളാൻ അല്ലാഹു കഴിവുള്ളവനാണ്, വേണ്ടവനെ ഉൾക്കൊള്ളിക്കാൻ അല്ലാഹു കഴിവുള്ളവനാണ്. ഇതിനു മുമ്പും അല്ലാഹു തആല പലതും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ആദിനെ കൈകാര്യം ചെയ്തവൻ, അതേപോലെ തന്നെ സമൂദിനെ കൈകാര്യം ചെയ്തവൻ, അതേപോലെ ഫിറൗനെ കൈകാര്യം ചെയ്തവൻ നീയല്ലേ അല്ലാഹ്. ഞങ്ങളുടെ വിഷയത്തിൽ നീ ഇടപെടണേ അല്ലാഹ്. ഈ വിഷയവും ഗൗരവത്തോടെ മുവഹിദുകൾ ചോദിക്കണം. മുവഹിദുകളുടെ ചോദ്യത്തിന് മാത്രമേ ദർബാറിൽ സ്ഥാനമുള്ളൂ. വല്ലാഹി മുശ്രിക്കുകളുടെ ചോദ്യത്തിന് ദർബാറിൽ ഒരു സ്ഥാനവുമില്ല. അതുകൊണ്ട് നമുക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. സ്വല്പ ഒരു ന്യൂനപക്ഷമേ ഉള്ളൂ എങ്കിലും അത് ഭൂരിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ്, അല്ലാഹ് ഏൽപ്പിച്ചു തന്നവരാണ്. അച്ചെങ്കോല് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ഉത്തരവാദിത്വം രാത്രി സമയത്ത് പാതിരാക്ക് എഴുന്നേറ്റ് ഭാര്യയും മക്കളെയും കൂട്ടിയിരുത്തി അള്ളാഹുവിനോട് കരഞ്ഞ് ചോദിക്കണം. അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുള്ള വർഷമാണ് ഈ റമദാൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ശരിക്കും ഉപയോഗപ്പെടുത്തിയിരിക്കണം. അടുത്ത 11 മാസത്തിനുള്ളിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് തെളിയുകയും ചെയ്യണം. അല്ലാഹു എല്ലാ തരത്തിലും ഉപകരിപ്പിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാനിന്റെ ബാക്കിയുള്ള ദിവസങ്ങൾ നാം വീടടിച്ചു വാരുന്ന കുറ്റിച്ചൂല് വരെ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ഹത്ത ഷൗക്കത്തി യുഷാക്കുഹ, കാലിൽ ഒരു മുള്ളു തറച്ചാൽ അതും അള്ളാഹുവിനെ അറിയിക്കണം. കാലിൽ ധരിച്ച ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിപ്പോയാൽ അതും അള്ളാഹുവിനെ അറിയിക്കണം. എന്തുണ്ടെങ്കിലും അള്ളാഹുവിനെ അറിയിച്ചിട്ട് മതി അസ്ബാബുകളുടെ ആൾക്കാരെ അറിയിക്കാൻ, വസ്തുക്കളെ അറിയിക്കാൻ. രോഗം വന്നാൽ അള്ളാഹിനെ അറിയിച്ചിട്ട് മതി. ഉടമസ്ഥൻ മുതലാളി അവനാണ്, അവനെ അറിയിച്ചിട്ട് മതി ഡോക്ടറത്തേക്ക് പോക്ക്. വീടിലേക്ക് സാധനം വാങ്ങാൻ പോകുമ്പോൾ അള്ളാഹിനെ അറിയിച്ചിട്ട് മതി സാധനം വാങ്ങാൻ പോക്ക്. അങ്ങനെ അള്ളാഹ് 24 മണിക്കൂറും അള്ളാഹുമായിട്ടുള്ള ബന്ധം, ചെറുതും വലുതുമായ സകല കാര്യത്തിലും. സ്വന്തം മക്കൾ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അവരോട് പറയണം, ബാപ്പ എവിടെ നിന്ന് ഉണ്ടാക്കാനാ മക്കളെ, അള്ളാഹുവിനോട് ചോദിക്കുന്ന, അവനല്ലേ മുതലാളി. അള്ളാഹു തആല തന്നാൽ ഞാൻ തീർച്ചയായിട്ടും മക്കൾക്ക് കൊണ്ടുതരും. ആ രീതിയിൽ അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കണം കുഞ്ഞു മക്കൾക്ക്. അങ്ങനെ മക്കളെ മനസ്സ് നിറച്ചും അള്ളാഹു വരണം. പ്രായപൂർത്തിയെത്തി, 18 വയസ്സായി, ഏതൊരു മജ്‌ലിസിൽ വെച്ച് അള്ളാഹിനെ പറ്റി കേൾക്കുന്നു. അപ്പോൾ ആ കുട്ടിൻ്റെ മനസ്സിലേക്ക് വരണം, പണ്ട് കളിച്ചു നടക്കുന്ന സമയം ഉപ്പ അങ്ങനെയായിരുന്നു എന്നോട് പറഞ്ഞത്, ഈ അള്ളാഹിനെ, ആ അള്ളാഹിനെ മൂപ്പരും പറയുന്നത്. അതങ്ങ് യഖീനാവും. മരിക്കുന്നത് വരെ അത് നിലനിൽക്കാൻ അവസരമാകും. ഇൻഷാ അല്ലാഹ് ഈദ്ഗാഹ് അണുങ്കൂർ മരുതിൻ്റെ ഷോറൂമിൻ്റെ അടുത്തുള്ള മൈതാനത്താണ് നമ്മുടെ ഈദ്ഗാഹ്. കൃത്യം 7 മണിക്ക് ഇൻഷാ അല്ലാഹ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിരിക്കും. ഈ സമയം പറയുന്നത് എന്തിനാണെന്നറിയാം? കൃത്യനിഷ്ഠയോടുകൂടി അമാനത്തോടുകൂടി സമയത്തെ പാലിക്കാനാണ്. ഇത് പാലിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഞാനും നിങ്ങളും. അതുകൊണ്ട് ഇത്ര സമയത്ത് തുടങ്ങണം, അതുകൊണ്ട് ഇത്ര സമയം എന്ന് പറയണം. അത് മുഅ്മിനീങ്ങളുടെ രീതിയല്ല. 7 മണിക്ക് തുടങ്ങണം, 6:00 വരാൻ പറയണം. ഇല്ല, 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിക്ക് അല്ലാഹു അക്ബർ പറയാൻ പാകത്തിൽ ഇൻഷാ അല്ലാഹ് ഈദ്ഗാഹിലേക്ക് വാ. അല്ലാഹു സുബ്ഹാനഹു തആല സൗഭാഗ്യം തരട്ടെ. മലക്കുകളെ അല്ലാഹു തആല തുറന്നു വിടുകയാണ്. എന്നിട്ട് മലക്കുകൾ മുസാഫഹ ചെയ്യുകയാണ്. അല്ലാഹു തആല മലക്കുകളോട് പറയും, ഉൻദുറു ഇലാ ഇബാദി,
എൻ്റെ അടിമകളെ നോക്ക് മലക്കുകളെ, അവർക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കി, ഫസാമു, അവർ നോറ്റു, നിസ്കാരം സുന്നത്താക്കി, അവർ നിസ്കരിച്ചു, രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചു, ഉറക്കൊഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഈദ്ഗാഹിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ അവർക്കെല്ലാം പുറത്തു, ഞാൻ നിങ്ങളെ സാക്ഷി ഷഹീദുക്കും യാ മലായിക്കത്തി, എൻ്റെ മലക്കളെ നിങ്ങളെ ഞാൻ സാക്ഷിയാക്കുന്നു. ഖദ് ബദ്ദൽതു സയ്യിആതിഹിം ഹസനാത്ത്, അവരെ എല്ലാ ജീവിതത്തിൽ ഇന്നലെ വരെ മുഴുവൻ പാപങ്ങളെ ഞാൻ മായ്ച്ചു കളഞ്ഞ് അതിന് പകരം നന്മകൾ അവരെ കിതാബിലേക്ക് രേഖപ്പെടുത്തി അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. നിങ്ങളവർക്ക് പോയി സലാം പറ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വഴിയോരങ്ങൾ നടന്നിട്ട് കൈവിൻ്റെ പരമാവധി നടന്നിട്ട് പോയി ഈദ്ഗാഹിലേക്ക് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, ജിബ്രീലടക്കം എല്ലാ മലക്കുകളും സലാം പറയണം, മുസാഫ ചെയ്യണം, മാഷാ അല്ലാ മർഹബ പറയണം, അഹ്ലൻ പറയണം. അങ്ങനെ ഈദ്ഗാഹിൽ കുറച്ച് സമയം അള്ളാഹുവിനെ പറ്റി പറഞ്ഞ് നമുക്ക് പിരിയാൻ പാകത്തിൽ അള്ളാഹു തല സഹായിക്കട്ടെ, അള്ളാഹു ഉദവി നൽകട്ടെ. അള്ളാഹു എല്ലാ തരത്തിലും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പാവപ്പെട്ട അടിമകളെ കൂട്ടത്തിൽ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരെ കൂട്ടത്തിൽ, എൻ്റെ അടിമ എന്ന് അള്ളാഹു പറയുന്ന ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും പെടുത്തി തരട്ടെ. അലാ വസല്ലി വസല്ലിമു അല നബിയിൽ മുസ്തഫ والرسول المرتضى إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما وقال صلى الله عليه وسلم من صلى علي واحدة صلى الله بها عليه أشرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد.